വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിവെച്ച വിവാദത്തിന് ബിജെപി ഇന്നലെ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തുവെങ്കിൽ ഇന്ന് കേരളത്തിലെ ബിജെപിയുടെ ഏറ്റവും ശക്തനായ നേതാവ് കെ സുരേന്ദ്രൻ വിഷയത്തിൽ ഒരു പടി കൂടി കടന്ന് ആവോളം വർഗീയത വാരി വിതറിയിട്ടുണ്ട്. ഭയം കാരണം സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല എന്നാണ് മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞതെങ്കിൽ വ്രതകാലത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ലെന്നാണ് മുൻ അധ്യക്ഷന്റെ കണ്ടുപിടുത്തം. മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിൻ്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. നമ്മളിപ്പോൾ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. കെ സുരേന്ദ്രന് യൂത്ത് ലീഗ് തന്നെ മറുപടി നൽകുന്നുണ്ട്. നോമ്പ് കാലത്ത് വെള്ളം കിട്ടാതെ മരിച്ചവരുടെ ലിസ്റ്റ് പുറത്തുവിടണമെന്നാണ് പി കെ ഫിറോസ് ആവശ്യപ്പെടുന്നത്. സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു നിരാശയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരു താല്പര്യമാണോ ഈ നുണപറച്ചിലിൻ്റെ തുടർച്ചയ്ക്കുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ല. ഇപ്പോൾ ലീഗിന് മതേതത്വം പോരാ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം. അതുപോലെയാണ് ഇപ്പോൾ മറ്റൊരു ആരോപണം അദ്ദേഹം ആവർത്തിച്ചത്. നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം മലപ്പുറത്ത് കിട്ടില്ല. നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് സുരേന്ദ്രൻ പുറത്തുവിടട്ടെ. കെ സുരേന്ദ്രനോട് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മാത്രമേ പറയാനുള്ളൂ. ഒരു പുൽനാമ്പ് പോലും ഈ ആരോപണങ്ങളൊന്നും ഏറ്റുപിടിക്കില്ല കേരളത്തിൽ എന്നുള്ളതാണ്. ദ ലെസ് വി ടോക്ക് ദ ബെറ്റർ.